ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതം തലകീഴായി മറിയാൻ പോകുകയാണ്. ദുഃഖത്തിൻ്റെ പടുക്കയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഭാഗ്യവാരം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുകയാണ്. ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ജനുവരി 5 മുതൽ ഒരാഴ്ച കാലം ഇവരെ തേടിയെത്തും. ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ കാര്യവും നടന്നു കിട്ടുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ എല്ലാം വിശദമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അതാണ് പ്രധാനം, അത് മറക്കരുത്. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രവും സമയം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വിശദമായ നക്ഷത്രഫലം എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം തന്നെ പറയണം വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ജനുവരി 5 ഇവരുടെ ഒരു ദിവസമായിട്ട് മാറുകയാണ്. ഇവർ ഏർപ്പെടുന്ന എല്ലാ സംരംഭങ്ങളിലും വിജയസാധ്യതകൾ വിശാഖം നക്ഷത്രക്കാരെ ജനുവരി 5 മുതൽ കാത്തിരിക്കുകയാണ്. ഇവരുടെ സാമ്പത്തിക ശേഷി ഇരട്ടിക്കുകയും ചെയ്യും. ഇവരുടെ കാര്യത്തിൽ എങ്ങും എത്താതെ കിടന്ന പദ്ധതികൾ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുകയും അത് പുനരാരംഭിച്ച് വിജയത്തിൽ കൊണ്ടെത്തിക്കാനും സാധിക്കും. മറ്റുള്ള വ്യക്തികളുടെ വാക്ക് കേട്ട് അബദ്ധങ്ങളിൽ പെടാതെ ഒന്ന് നോക്കണം. എല്ലാ കാര്യങ്ങളും സ്വയം വിലയിരുത്തിയ ശേഷം മാത്രം വിശാഖം നക്ഷത്ര ജാതകർ ചെയ്യുക. സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്നതിൽ മടി കാണിക്കാതിരിക്കുക. ചിരകാല മോഹങ്ങൾ സഫലമാകുന്നൊരു വാരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. കളത്രവുമായി പിണങ്ങിക്കഴിയുന്ന സാഹചര്യങ്ങൾ മാറിക്കിട്ടും. കുടുംബകലഹം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനം മൂലം സമൂഹത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കാനുള്ള അവസരങ്ങളും വിശാഖം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് കൂവളമാല, സുബ്രഹ്മണ്യന് പാലഭിഷേകം, ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കാം അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്കും ഏറെ സന്തോഷം നിറഞ്ഞ ഒരു വാരമാണ് ലഭിക്കുന്നത്. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ജനുവരി 5 മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിനെ പിടിക്കാത്ത ആളുകളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. തുടർന്നു വരുന്ന തടസ്സങ്ങൾ വിട്ടൊഴിയും. തൊഴിലിലും ബിസിനസ്സിലും നല്ല ഉയർച്ച ഉണ്ടാകും. ലാഭം വർദ്ധിക്കും. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ ഉള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. ഏറ്റെടുത്ത കരാർ പണിയിൽ നിന്നും ലഭിക്കാനുള്ള പണം തീർത്ത് കിട്ടും. പുരോഗതിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ ഫലം നൽകുന്നൊരു വാരമാണ് ജനുവരി 5 മുതൽ ഇവർക്ക് ലഭിക്കുക. അനിഴം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, അവൽ നിവേദ്യം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, ശിവന് ധാര, പിൻവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വ്യാപാരത്തിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. വ്യാപാരം കുറച്ച് പ്രശസ്തി ആർജിക്കുക കൂടി ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുജന മധ്യത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. അതുപോലെ കുടുംബത്തിൽ ചില അപ്രതീക്ഷിത ഭാഗ്യ സംഭവങ്ങൾ നടക്കാം. അത് വിവാഹത്തിൻ്റെ രൂപത്തിലായിരിക്കാം, സഹോദരങ്ങൾക്കൊരു തൊഴിൽ ലഭിക്കുന്നതിന് രീതിയിലായിരിക്കാം. നല്ലൊരു ഭാഗ്യം ഇവരെ ഈ ആഴ്ചയിൽ കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഒരു തർക്കവും വേണ്ട.
ഗുണദോഷങ്ങൾ ശരിയായി പരിഗണിച്ച ശേഷം മാത്രം ഏതു കാര്യത്തിലും തീരുമാനം എടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അയൽക്കാരുമായിട്ട് വാക്കുതർക്കത്തിനും കലഹത്തിനും പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ്. ശിവന് പിൻവിളക്ക്, ഇളനീരഭിഷേകം, ഗണപതി ഹോമം, അന്നദാനം, പശുദാനം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിയുമെങ്കിൽ ഒന്ന് നടത്താൻ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പങ്കാളിത്ത ബിസിനസ്സിലൂടെ കുറച്ച് പുരോഗതി ലഭിച്ചു തുടങ്ങുന്ന ദിവസമാണ്. ഒരു നല്ല കുടുംബവുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇവർക്ക് ഈ സമയത്ത് സാധിക്കും. മുതിർന്നവർക്കുള്ള രോഗസാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട്. സർക്കാർ ജോലിക്ക് സമയം അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു. ഉത്രാടം നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ കർമ്മ വിജയം ഫലത്തിൽ കാണുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. എല്ലാ കാര്യങ്ങളും ആത്മസംയമനത്തോടു കൂടി നേരിടാൻ സാധിക്കും. ധനപരമായ കാര്യങ്ങളിൽ വിശ്വസ്തരുടെ ഉപദേശം തേടണം. സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, നെയ്വിളക്ക്, വെണ്ണചാർത്തൽ, ഗണപതിക്ക് ഹോമം, വഴിപാട്, ഉണ്ണിയപ്പം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സന്താനങ്ങൾക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കും. വേണ്ടത്ര ഗൃഹസുഖം ലഭിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങൾ തമ്മിലെ അഭിപ്രായ ഭിന്നതകൾക്ക് ഒരു അറുതി വരും. ഇത് മനസ്സിനേറെ സന്തോഷം നൽകാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതയും പ്രശ്നവും മൂലം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികളാണ് അവിട്ടം നക്ഷത്രക്കാർ. ഇതിന് അറുതി വരുന്നതോടുകൂടി ഇവരുടെ ജീവിതം ജനുവരി 5 മുതൽ ഒരു മാറ്റം കണ്ടു തുടങ്ങും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകൾക്കും മറ്റുമായിട്ട് ദൂരയാത്രകൾ ആവശ്യമായിട്ട് വരും. കരാർ പണികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും. കരാർ പണികളിൽ നിന്ന് കിട്ടാനുള്ള പണം ലഭിക്കുകയും ചെയ്യും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ കാണുന്നുണ്ട്. അവിട്ടം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളി ദേവിക്ക് ചുമന്ന പട്ട്, ഹാരം, മഞ്ഞൾ, ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം, വെണ്ണ, ത്രിമധുരം, കദളിപ്പഴം, മലർ നിവേദ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഏജൻസി ഇടപാടുകൾ സംബന്ധിച്ച പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് കാരണമാകും. ഏറ്റെടുത്ത ജോലികൾ യഥാസമയം പൂർണ്ണമാക്കാൻ സാധിക്കും. ഓരോ രൂപയും സൂക്ഷിച്ച് ചെലവഴിക്കണം. പുതിയ ജോലി സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗ കയറ്റത്തിനുള്ള തടസ്സങ്ങൾ മാറിത്തുടങ്ങും. സമൂഹത്തിൽ പ്രശസ്തി നേടി കുടുംബാംഗങ്ങൾക്കും അഭിമാനം ആകും. സർക്കാർ സർവീസിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. സംതൃപ്തി തോന്നുന്ന ചില ചുമതലകൾ നിറവേറ്റാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണസ്വാമിക്ക് കദളിപ്പഴം നിവേദ്യം, തേങ്ങയുടയ്ക്കൽ, ഗണപതിക്ക് ഏത്തമിടൽ, ശിവന് ധാര, പിൻവിളക്ക്, കുവളമാല ചാർത്തൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. കുടുംബത്തിൻ്റെ പുരോഗതിക്ക് എല്ലാവരുമായി ഒത്തൊരുമിച്ച് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എതിരാളികളുടെ ശല്യം കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. എല്ലാ രംഗങ്ങളിലും വിജയിക്കും. കുടുംബസുഖം വർദ്ധിക്കും. സംസാരത്തിലൂടെ ആളുകളെ കയ്യിലെടുക്കാൻ സാധിക്കും. സാമ്പത്തിക നില ഭദ്രമാകും. ദാമ്പത്യ ബന്ധം ദൃഢമാകും. യാത്രകൾ ഒരുപാട് വേണ്ടിവരും. അപകട സാധ്യത കൂടുതൽ ഉള്ളതിനാൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും സാങ്കേതിക പരിജ്ഞാനം ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ദേവിക്ക് ഹാരം, ചുറ്റുവിളക്ക്, പട്ടുപാവാട ചാർത്തൽ, ത്രിമധുരം നിവേദ്യം, ശ്രീകൃഷ്ണസ്വാമിക്ക് കദളിപ്പഴം നിവേദ്യം, ദേവി ഭാഗവതം പാരായണം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മുടങ്ങിപ്പോയ സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്.
പുതിയ വ്യവസായ സംരംഭത്തിന് കരുക്കൾ നീക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. തൊഴിൽ രഹിതർക്ക് ജോലി സാധ്യത വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായി സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടും. തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാകും. പ്രണയത്തിലും ദാമ്പത്യത്തിലും ആഹ്ലാദകരമായ സന്ദർഭങ്ങൾ ഉണ്ടാകും. വീട് വിട്ടു നിൽക്കേണ്ടതായിട്ട് വരും. ഉത്രട്ടാതി നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നാഗങ്ങൾക്ക് ആയില്യ പൂജ, നൂറും പാലും നൽകൽ, മഞ്ഞൾ അഭിഷേകം, കവുങ്ങിൻ പൂക്കുല സമർപ്പണം, ശിവന് ശംഖാഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക.